ലൈവിൽ ഷാനവാസും നൂറയും കൂടി ബഹളം നടക്കുകയാണ്. ജിഷിനുമുണ്ട്. നൂറയ്ക്ക് പല്ല് തേക്കാനുള്ള ബ്രഷ് എടുത്ത് ഷാനവാസ് വൃത്തിയാക്കിയെന്നാണ് പറയുന്നത്. അന്ന് ചപ്പലുണ്ടാക്കിയ ദിവസം അതിൻ്റെ ആ കറുത്ത പൊടി ഇത്രയും ഷൂവിനകത്ത് പറ്റി പിടിച്ചപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രഷ് എടുത്ത് ഷാനവാസ് വൃത്തിയാക്കി. ഷാനവാസ് പറയുന്നത് തടിയുടെ പിടിയുള്ള ബ്രഷ് അതാര് യൂസ് ചെയ്യുന്നേ, അതാരുടെയും അല്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനതങ്ങ് എടുത്തു. അപ്പം നൂറ പറയുകയാണ്, ഞാൻ ഒരാഴ്ച കൊണ്ട് പല്ല് തേക്കുന്നില്ല ബ്രഷ് കൊണ്ട്. അപ്പോൾ ഷാനവാസും ജിഷിനൂടെ ചോദിക്കുകയാണ്, നീ ഒരാഴ്ചയായിട്ട് പല്ല് തേക്കുന്നില്ലേ, എന്ത് വർത്തമാനമായി പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കി, വാട എടുക്കുന്നു. ഒരാഴ്ച മൊത്തം ഞാൻ കൈകൊണ്ട് പല്ല് തേച്ച്, എനിക്ക് ബ്രഷില്ലെന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് തന്ന ഒരു ബ്രഷായിരുന്നു ഇത്. ഇപ്പം നാണ്ട ആ ബ്രഷ് എടുത്തുകൊണ്ട് പോയി ഇരിക്കുന്നു ഷാനവാസ്ക. എന്നിട്ട് ഞാൻ 2 ദിവസം കൊണ്ട് വീണ്ടും കൈകൊണ്ടാണ് പല്ല് തേക്കുന്നത്. ബ്രഷ് ആരെടുത്തെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ടെൻഷൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് ബ്രഷ് എടുത്ത് ഷാനവാസ്ക ആണെന്ന് അറിഞ്ഞത്. ഷാനവാസ്ക സത്യം പറ, ഈ ബ്രഷ് എടുത്ത് നിങ്ങളുടെ ഷൂ വൃത്തിയാക്കിയോ? ഷാനവാസ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ആരുടെ ബ്രഷാണെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ ഷൂവിനകത്ത് അഴുക്ക് പറ്റിയപ്പോൾ ഞാനത് വൃത്തിയാക്കാൻ വേണ്ടി എടുത്ത്. അയ്യേ, നീ ഒരാഴ്ച പല്ല് തേക്കാത്ത നിൻ്റെ ബ്രഷ് എടുത്താണോ ഞാൻ എൻ്റെ ഷൂ വൃത്തിയാക്കിയത്? അയ്യേ, മോശം മോശം. അപ്പോൾ ഉടനെ നൂറ പറയുകയാണ്, അപ്പം നിങ്ങളുടെ ഷൂവിന് ഇത്രയും ബ്രഷ്, അപ്പോൾ എൻ്റെ പല്ലോ? നീ പോയി ബിഗ് ബോസിനോട് ജിഷൻ പറയുന്നുണ്ട്, ഒരു ബ്രഷ് തരാൻ വേണ്ടി പറ, അപ്പം നിനക്ക് ബ്രഷ് തരും. പോടി പോ, ഒരാഴ്ചയായിട്ട് പല്ല് തേക്കാൻ നടക്കുന്നു ഇവള്. നൂറ് സംസാരിക്കുമ്പോൾ ഷാനവാസ് ഖാൻ എന്ന് പറയുന്നെങ്കിൽ ആ അവസാനത്തെ ഖാൻ എന്നുള്ളത് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഷാനവാസ് എന്ന് വിളിച്ച്, ബഹുമാനമില്ല.